ബിസിനസ് സ്റ്റഡീസിലെ പുതിയൊരു അധ്യായമായ പ്ലാനിംഗ് എന്ന അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ ചാപ്റ്ററാണ് പ്ലാനിംഗ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൻ്റെ ആദ്യത്തെ ഒന്നുകൂടിയാണ്. അപ്പോൾ മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ വിവിധ ഫങ്ഷൻസ് ലഘുവായ വിധത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്ലാനിങ്, എന്താണ് ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെ. ഇന്ന് ഈ ഓരോ ഭാഗങ്ങളും നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാനുണ്ട് എന്ന് അന്ന് ഞാൻ പരാമർശിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ പ്ലാനിങ് എന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ പ്രത്യേകതകളും സ്വഭാവങ്ങളും പ്രാധാന്യവും തുടങ്ങിയിട്ടുള്ള പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വിശദമായ പഠനമാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ, വെൻ ഇസ് ടു ബി ഡൺ, ഹൗ ഇസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹൂം ഇറ്റ് ഈസ് ടു ബി ഡൺ. ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എവിടെ വെച്ചാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ്. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് തിങ്ക് ബിഫോർ ഡൂയിങ്. എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വയ്ക്കാം. ഒരുപാട് ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാനിങ് പ്രക്രിയകൾ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാനിങ് എന്ന ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സ് നടത്തുന്നത്. ഇത് വളരെ പ്രാധാന്യമേറിയൊരു ഫങ്ഷനാണ്. കാര്യം ബാക്കി എല്ലാ ജോലികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് വളരെ ഭാവനാപൂർണ്ണമായിരിക്കണം, വളരെ സാങ്കേതിക തികവോടുകൂടിയായിരിക്കണം എടുക്കേണ്ടത്. തീരുമാനങ്ങൾ ഒരിക്കലും പാളുന്ന അവസ്ഥ ഉണ്ടാവരുത്. വളരെ ശാസ്ത്രീയമായിട്ടായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ ഹെൻറി ഫയോൾ തന്നെ നൽകിയ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് the best alternative among the others to perform different managerial operations in order to achieve the predetermined goals. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് വിവിധ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. നമുക്ക് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ ലക്ഷ്യം നേടുന്നതിനുള്ള വിവിധ മാനേജറിയൽ പദ്ധതികളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായത് ഏത് എന്ന് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്, നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ്. അതായത് നമ്മൾക്ക് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ പല മാർഗങ്ങൾ ഒരു ലക്ഷ്യം നേടാൻ സാധിക്കുമെങ്കിലും അതിലെ ഏറ്റവും നല്ല മാർഗം ഏത് എന്ന് തിരഞ്ഞെടുത്ത് അത് തീരുമാനത്തിൽ എടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് പ്ലാനിങ്. അപ്പോൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു ജോലി കൂടിയാണ് പ്ലാനിങ് എന്നാണ് ഫയോളിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഇൻ അഡ്വാൻസ് ആണ് നമ്മൾ പറഞ്ഞു, മുൻകൂട്ടി തീരുമാനിക്കലാണ്. എന്ത് ചെയ്യണം, വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, ഹൗ ഈസ് ടു ബി ഡൺ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, വെൻ ഈസ് ടു ബി ഡൺ, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഹു ഈസ് ടു ബി ഡൺ, അത് ആരാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വിശദമായി ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നതിനാണ് നമ്മൾ പ്ലാന് എന്ന് പറയാം. അടുത്തതായി ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യമായിട്ട് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് ഒരു ദിശ നൽകുന്നു. നമ്മൾക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്, നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു വ്യക്തമായൊരു നിർദ്ദേശം, ഡയറക്ഷൻസ് നമ്മുടെ കൈവശമുള്ളത് കൊണ്ട് തന്നെ ഒരു അവ്യക്തതയ്ക്ക് അവിടെ സ്ഥാനമില്ല. നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് വ്യക്തമായ അവിടെ ധാരണ ഉള്ളത് കാരണം ഇതൊരു ദിശ നമുക്ക് നൽകുകയാണ്. എങ്ങോട്ടാണ് പോവേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ദിശ പ്ലാനിങ് നമുക്ക് നൽകുന്നു. അവിടെ
അവ്യക്തതയ്ക്കൊന്നും യാതൊരു സ്ഥാനമില്ല എന്ന് അർത്ഥം. അടുത്തത് പ്ലാനിംഗ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. അനിശ്ചിതാവസ്ഥ ഇല്ലാതാക്കുന്നു. അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത അവസ്ഥ, അതാണ് അനിശ്ചിതാവസ്ഥ. അപ്പം നമ്മൾ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം അവിടെ യാതൊരു അനിശ്ചിതത്വത്തിനും സ്ഥാനമില്ല. എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കിടക്കുകയായിരിക്കും. എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമാക്കി വെച്ചത് കാരണം പ്ലാനിങ്ങിൽ ഉള്ളത് കൊണ്ട് നമുക്കൊരു അവ്യക്തത എന്നൊരു അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം എന്നൊരു സംഭവം അവിടെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രാധാന്യം. മൂന്നാമത്തേത് പ്ലാനിംഗ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളവിടെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജോലി വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആവുക, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്ന അവസ്ഥയോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും അവിടെ വരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് എന്നെല്ലാം വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള വേസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോ അനിശ്ചിതാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആയിട്ട് കാര്യങ്ങൾ ഓവർലാപ്പായിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട്. അടുത്തത് പ്ലാനിംഗ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമുക്കറിയാം വ്യത്യസ്ത വ്യാപാരത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പരിസ്ഥിതികളിൽ നിന്നുകൊണ്ട്, നമ്മൾ നിലവിലെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വ്യാപാര പരിസ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാവിയിലേക്ക് എന്ത് വേണമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ജോലി കൂടിയാണ്. അവിടെ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വരും, വിവിധമായ പ്ലാനുകൾ വരും, എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരുപാട് ആശയങ്ങളൊക്കെ വരും. അതിൽ നിന്ന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള നല്ല നവീനമായ ഇന്നോവേഷൻസ് ആയിട്ടുള്ള ആശയങ്ങളാണ് നമ്മൾ പ്ലാനിംഗ് ആയിട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അവിടെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾക്കും ക്രിയേറ്റിവിറ്റിക്കും ഒരുപാട് സാധ്യതകളാണുള്ളത്. അതിൽ നല്ലൊരു തീരുമാനമായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ അത് ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയെയും ഇന്നോവേഷനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഏറ്റവും നല്ല ആശയങ്ങൾക്കായിരിക്കും സ്വീകാര്യത കിട്ടുക എന്നർത്ഥം. അടുത്തത് പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സഹായിക്കണം. തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്നതാണ് തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ പ്ലാനിങ് നമുക്കൊരു ദിശ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഏത് വഴിക്കാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടതിനെ കുറിച്ച് ദിശ നമുക്ക് നൽകുന്നുണ്ട്. ഈ ദിശയിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ല മാർഗങ്ങൾ ഏത്, ആ രീതിയിലേക്കാണ് തീരുമാനം എടുക്കുക. ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാണ്, അതാണ് നമ്മൾ തീരുമാനം എടുക്കുക. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കുമ്പോൾ ഒരുപാട് രൂപത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. അപ്പോൾ തീരുമാനത്തിലേക്ക് അത് വരുമ്പോൾ, ഈ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും നല്ല മാർഗം ഏത്, ആൾട്ടർനേറ്റീവ് ഏത്, ഏറ്റവും നല്ല രീതി ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഫലവത്താക്കാവുന്ന ഏറ്റവും നല്ല മാർഗം ഏത് എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ വ്യത്യസ്തമായ ആശയങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതായിരിക്കും തീരുമാനമായിട്ട് എടുക്കുക. അപ്പോൾ തീരുമാനം എടുക്കുന്നതിനുള്ളൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളായിരിക്കും. ആ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്ന് അർത്ഥം. അടുത്ത് പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോൾ. നിയന്ത്രണത്തിന് ഒരു അടിസ്ഥാനം നിശ്ചയിക്കുന്നു. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലാൻ ചെയ്തത് തന്നെയാണോ നടക്കുന്നത് എന്ന് നോക്കുന്ന ഒരു ജോലിയാണ് കൺട്രോളിങ്. അപ്പോൾ കൺട്രോളിങ് അവിടെ വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ഇവിടെ ഒരു അടിസ്ഥാനമായിട്ട് വേണം. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് പ്ലാനിൽ സ്റ്റാൻഡേർഡ് ആവുന്നു എന്ന് പറയുന്നത്. നമ്മളുടെ പ്ലാനിങ്ങിൽ തീരുമാനിച്ച കാര്യങ്ങളാണ് നമ്മളവിടെ നടപ്പിലാക്കിയോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ പ്ലാനുകൾ എന്താണ്, നടപ്പിലാക്കിയോ എന്ന് പരിശോധിക്കപ്പെടാനുള്ള ഒരു അളവുകോലാണ്. ഈ അളവുകളുടെ ഫിക്സ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പിന്നീട് കൺട്രോളിങ് സാധ്യമാവുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡായിട്ട് നിലനിൽക്കാൻ പ്ലാനിങ്ങിന് സാധിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ അടുത്ത പ്രാധാന്യം. അപ്പോൾ ഇത്രയാണ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം. പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണ്. എല്ലാ ഫംഗ്ഷനിലും ആദ്യം നടക്കുന്നൊരു ജോലിയാണ്. എല്ലാ ഫംഗ്ഷൻ്റെയും ഒരു അടിസ്ഥാനമായിട്ടുള്ള ജോലി കൂടിയാണ് പ്ലാനിങ്. ഇത് വളരെ ഭാവനാപൂർവ്വമായിട്ടും വളരെ ക്രിയേറ്റീവായിട്ടും വളരെ സയൻറ്റിഫിക് ആയിട്ടും ചെയ്യേണ്ടുന്ന ഒരു ജോലി കൂടിയാണ് പ്ലാനിങ്.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു വിഷയമായിട്ട് എത്തും. നന്ദി, നമസ്കാരം. Look into my eyes and show me your adventures I haven't seen.